ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മലയാളിത്തരങ്ങൾ. അപ്പോൾ ഞാനിന്നുള്ളത് അയർലൻഡിലാണ്. ഞാനിന്ന് കൗണ്ടി ക്യാവനിലാണുള്ളത്. അപ്പോൾ ഇന്ന് ക്യാവൻ കൗണ്ടിയുടെ കുറച്ച് കാഴ്ചകൾ, മനോഹരമായ കുറച്ച് കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഇന്ന് എന്നോടൊപ്പം ആരുഷാണുള്ളത്. ആരുഷ് പറയൂ. ആരുഷ് പഠിക്കുന്ന സ്കൂളൊക്കെ കാണിച്ചാൽ ഇവിടെ ക്യാവൻ കൗണ്ടി തന്നെയാണ് അവൻ പഠിക്കുന്നത്. അപ്പോൾ അവൻ്റെ സ്കൂളും പിന്നെ ഇവിടുത്തെ ലൈബ്രറിയും ഇവിടുത്തെ ഗാഡ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ ഒരു ഗാഡ എന്നാണ് പറയുന്നത്. അപ്പോൾ ഗാഡയുടെ സ്റ്റേഷൻ കാണിച്ചു തരാം, പിന്നെ കോർട്ട് കാണിച്ചു തരാം, പിന്നെ കുറേ മനോഹരമായിട്ടുള്ള കുറേ ചർച്ചുകളുണ്ട്, അത് കാണിച്ചു തരാം. അങ്ങനെ കുറച്ച് അടിപൊളി കാഴ്ചകളൊക്കെ ഉള്ളൊരു വീഡിയോ ആണ്. അപ്പം സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ കൗണ്ടി ക്യാവൻ എന്ന് പറയുന്നത് അയർലൻഡിൻ്റെ നോർത്തേൺ അയർലൻഡിലെ ബോർഡറിലാണ് ഈ ഒരു ക്യാവൻ സ്ഥിതി ചെയ്യുന്നത്. ഇവിടുന്ന് നമുക്ക് നോർത്ത് അയർലൻഡിലേക്കൊക്കെ പോകാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. കാരണം ബോർഡർ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ബോർഡർ പാസ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ചെക്കിങ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് പോകുന്ന പോലെ നമ്മളൊരു സ്റ്റേറ്റ് ക്രോസ് ചെയ്യുന്ന പോലെ ഒരു കൺട്രി ക്രോസ് ചെയ്യാൻ പറ്റും ഇവിടെ. പിന്നെ പറയാനാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചൊക്കെ പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാനാണെങ്കിൽ എൻസ്കിൽ എന്ന് പറഞ്ഞ നോർത്ത് അയർലൻഡുള്ള സ്ഥലത്ത് പോകുകയാണെങ്കിൽ നല്ല ഓഫറിലും റേറ്റ് താഴ്ത്തിയൊക്കെ ഒരുപാട് സാധനങ്ങൾ കിട്ടും. അപ്പോൾ ഇവിടുന്ന് പോകുന്ന ട്രാവൽ എക്സ്പെൻസ് എല്ലാം കൂടെ കണക്കൂട്ടിയാൽ നമുക്ക് എന്തുകൊണ്ട് ലാഭമായിരിക്കും. ഇവിടുന്ന് സാധനങ്ങൾ മേടിക്കുന്നതിനേക്കാളും ലാഭമായിരിക്കും അവിടെ പോയി വാങ്ങിക്കുവാണെങ്കിൽ. പിന്നെ ബെൽഫാസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ബെൽഫാസ്റ്റ് എന്ന് പറയുന്ന സ്ഥലം കേൾക്കുമ്പോൾ തന്നെ അറിയാം ടൈറ്റാനിക് നിർമ്മിച്ചത് ബെൽഫാസ്റ്റാണ്. അതൊക്കെ ഇവിടെ അടുത്താണ്. ഏകദേശം ഒരു 1.5-2 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 മണിക്കൂർ എന്ന് പറയുമ്പം കിലോമീറ്റേഴ്സ് കൂടുതലായിരിക്കും. കാരണം ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ അല്ലല്ലോ പെട്ടെന്ന് നമുക്ക് ട്രാവൽ ചെയ്ത് ക്രോസ് ചെയ്യാൻ പറ്റുമല്ലോ. ഈ കൗണ്ടി ക്യാവനിൽ 365 ലേക്സ് ഉണ്ട്. 365 ലേക്സ്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഞാൻ നടന്നു പോകുന്നതിൻ്റെ തൊട്ട് പുറകിലായിട്ട് ലേക്കുണ്ട്. പക്ഷേ ഇവിടെ സൈഡിൽ വീടുള്ളതുകൊണ്ട് നമുക്ക് ആ ലേക്ക് നേരിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പോകുന്ന വഴിക്ക് എവിടെയും വേറെ കാണുവാണെങ്കിൽ അത് ഷൂട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ, നടക്കുമ്പോൾ കിതക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നോട് ഇപ്പോൾ ഞാനും ആരുഷൂടാണ് നടന്നു പോകുന്നത്. ആരുഷ് എൻ്റെ ചേച്ചിയുടെ മോനാണ്. അവന് ഇവിടെ ക്യാബനിലാണ് പഠിക്കുന്നത്. അവൻ പഠിക്കുന്ന സ്കൂളൊക്കെ നമ്മളിപ്പോൾ പോകുന്ന വഴിക്കാണ്. സ്കൂളൊക്കെ നമുക്ക് കാണാം. ആരുഷ്, നിൻ്റെ സ്കൂളിൻ്റെ പേരെന്താടാ? സെയിൻറ്റ് ഫെയർലോംസ്. ഓക്കെ, ഇവന് ഇപ്പം 3rd സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഇവിടുത്തെ 3rd എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പോകാൻ നോക്കുവാണെങ്കിൽ 4ാം ക്ലാസ് അല്ലേ, 4th സ്റ്റാൻഡേർഡ് വരും നാട്ടിലെ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ സ്കൂളിന് എന്താണ് പറയുന്നത്? അപ് ടു 6 വരെ അല്ലേ നിൻ്റെ സ്കൂളുള്ളത്? അതുവരെ നിങ്ങൾ എന്താണ് പറയുന്നത്? ആ സ്കൂളിൽ എന്താ പറയുന്നത്? ആഫ്റ്റർ 6 അല്ല, അപ് ടു 6. അവൻ ആ പാടെ കൺഫ്യൂഷനായി. ഇപ്പോൾ നമുക്കത് വിട്ടേക്കാം. എന്തോ പറയുന്നുണ്ട്, പറയടാ. അതെന്തിലും ആട്ടെ. അപ്പോൾ നമുക്ക് ഇവരുടെ സ്കൂള് കാണിച്ചു തരാം. പിന്നെ ഇവിടുത്തെ ഒരു ഈ ക്യാവൻ കൗണ്ടിയുടെ കുറച്ച് ഹൃദയഭാഗത്തൂടെയാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. ഞാനിപ്പോൾ ടൗണിലേക്ക് എൻ്റർ ചെയ്തിട്ടില്ല, കയറാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം അവിടുത്തെ കുറച്ച് അടിപൊളി കാഴ്ചകളാണ്. ഇവിടുത്തെ ബിൽഡിങ്സ് എല്ലാം പഴയ ബിൽഡിങ്സ് ആണല്ലോ, പുതിയതായിട്ട് ഉള്ളതൊക്കെ കുറവാണ്. ഞാനിതാണ് ഇവിടുത്തെ ബിൽഡിങ്സൊക്കെ വരുന്നത്. ഈ തെരുവിലൂടെയൊക്കെ നടക്കുമ്പോൾ ശരിക്കും നല്ലൊരു രസമാണ്. അത്യാവശ്യം വെയിലുണ്ട്, പക്ഷെ തണുപ്പുമുണ്ട്. അപ്പോൾ അത് വെയിലും കൂടെ ഉള്ളതുകൊണ്ട് തണുപ്പിൻ്റെ കാഠിന്യം കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇത്രയും കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിപ്പോൾ നേരെ ആ കാണുന്ന ഇറക്കം കഴിഞ്ഞ് നമ്മൾ നേരെ ആ ക്യാവൻ ടൗണിലേക്ക് തന്നെ നമ്മൾ എൻ്റർ ആകാൻ പോവാണ്. കുറച്ചിനി അവിടെ ഉള്ള ചില കാഴ്ചകൾ കാണിച്ചു തരാം. ഈ കാണുന്ന ഇവിടുത്തെ ഒരു ബാറാണ് കേട്ടോ. ചില ദിവസമൊക്കെ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ വാതിലിൽ ഇവർ ബിയറൊക്കെ ഉണ്ട്. അവിടെ ഇഷ്ടം പോലെ വെളിയിൽ അടുക്കി വെച്ചേക്കാം. ലോഡ് വരുമ്പോഴാണെന്ന് തോന്നുന്നു. ഇടയ്ക്കൊക്കെ വരുന്ന സമയത്ത് കാണാം ഇവിടെ വാതിലിൻ്റെ ആ വഴിയുടെ ഫ്രണ്ടിൽ ഒരുപാട് കുപ്പികൾ വെളിയിൽ അടുക്കി വെച്ചിട്ട് പോയിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങ് ആ മുകളിലായിട്ട് കാണുന്നതാണ് ഇങ്കുവിൻ്റെ സ്കൂള്, സെൻറ്റ് ഫെർലിം അല്ലേ? സെൻറ്റ് ഫെർലംസ്. സ്കോല ഫെറം. ഓക്കെ, ഐറിഷിൽ അങ്ങനെയാണ് പറയുന്നത്. ആ കാണുന്നതാണ് സ്കൂള് മുകളിലായിട്ടുള്ളത്. എൻ്റെ നേരെ താഴെ കാണുന്ന ബിൽഡിംഗ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ്. ക്യാവൻ ബസ് സ്റ്റാൻഡാണ്. ഐസ്ക്രീം ഉണ്ടോ ഇവിടെ സ്കൂളിലോ? ബസ് സ്റ്റാൻഡിൽ. ഓക്കെ, എൻ്റെ താഴെ കാണുന്നത് ബസ് സ്റ്റാൻഡാണ്. അവിടെ എൻ്റെ പുറകിലായിട്ട് ഒരുപാട് ബസ്സുകൾ കിടക്കുന്നതാണ്. നമ്മളിപ്പോൾ റൈറ്റിലേക്കാണ് പോകുന്നത്. നമ്മൾ സ്ട്രൈറ്റ് പോയിരുന്നെങ്കിൽ നമുക്ക് പുറകിൽ കിടക്കുന്ന ബസ്സൊക്കെ ഒരുപാട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് റൈറ്റിലോട്ട് പോകേണ്ടത് കൊണ്ട് നമ്മളിത് അങ്ങോട്ടേക്കാണ് പോകാൻ പോകുന്നത്. അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് ഇവൻ്റെ സ്കൂളിൻ്റെ ഫ്രണ്ട്, പിന്നെ ഈ KSRTC ഇവിടുത്തെ ക്യാവൻ ബസ് സ്റ്റേഷൻ, പിന്നെ ഗാഡ സ്റ്റേഷൻ, കോർട്ട്, ചർച്ച്, ഇതെല്ലാം ആ റൂട്ടിലാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അങ്ങോട്ടേക്ക് പോയിട്ട് നമുക്ക് തിരിച്ച് വരുമ്പോൾ നമുക്ക് ഈ അങ്ങോട്ടേക്കുള്ള യാത്രയിൽ പോയിട്ട് ബസ്സിൻ്റെ ആ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ പോവാണ്. നല്ലപോലെ വണ്ടികൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരെ റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇതാണ് ക്യാവൻ ബസ് സ്റ്റേഷൻ. ഇവിടെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതിൻ്റെ കുറേ ബോർഡ്സൊക്കെ കാണും. ഗൾഫോ? ഗോൾഫ്. ഗോൾഫ് ക്ലബ്. ഓക്കെ, അപ്പം നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ആയി. ഇന്നിവിടെ ബസ് കാത്തായിരുന്നു. ഇപ്പോൾ ഇന്ന് നമ്മളിപ്പം എന്താണ് വാക്കിംഗ് ഹിസ്റ്ററി. ഓക്കെ, ഇപ്പം ഇന്നിപ്പം തിങ്കളാഴ്ച ദിവസമാണ് നമ്മൾ ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഇന്നിപ്പം തിങ്കളാഴ്ച ആയിട്ട് കൂടി ഒരു ഞായറാഴ്ചയുടെ ഫീലാണ്. ഇവിടെയുള്ള ഒരുവിധം കടകളൊക്കെ ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ ബസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലൊന്നും കാര്യമായിട്ട് ആളുകളില്ല. ഇതൊരു ബസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലുള്ളൊരു കാഫറ്റേരിയ എന്ന് പറയാം, ബേക്കറിയാണ്. ഇത് വെയിറ്റിംഗ് റൂമാണ് എൻ്റെ അകത്ത് കാണുന്നത്. വെയിറ്റിംഗ് റൂമൊക്കെ ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ. ഇതാണ് ക്യാവൻ ബസ് സ്റ്റേഷൻ. എന്താണ് ഐറിഷിൽ എഴുതിയിരിക്കുന്നത്? എന്താണ്? സ്റ്റേഷൻ ബസ് ആൻഡ് കബീൻ. എന്തോ ആണ് എഴുതിയിരിക്കുന്നത്. ഇതാണ് ബസ് സ്റ്റേഷൻ. ഈ കാണുന്നതാണ്. ഡബിൾ ഡെക്കർ ബസ്സൊക്കെ അകത്ത് കിടപ്പുണ്ട്. കാണുന്നതാണ് ബസ് സ്റ്റേഷൻ. നമുക്കിനി നേരെ ഇങ്ങോട്ടെൻ്റെ ആരുഷിൻ്റെ സ്കൂളിലേക്ക് നമുക്ക് പോകാം അല്ലേ? സ്കൂൾ കാണിച്ചോടാ, എൻ്റെ സ്കൂൾ കാണിച്ചോടാ. എല്ലാവരും സ്കൂളൊക്കെ കാണണ്ടേ? ഈ കാണുന്നതാണ് സ്കൂള്. സ്കൂളിനെ പറ്റി എന്താ പറയാനുള്ളത്? സ്കൂൾ അടിപൊളിയാണോ? പിസ്സ കിട്ടുമോ സ്കൂളിലോ? ഓ, അത് ശരി. സ്കൂൾ എങ്ങനെയുണ്ട്? നീ ഇപ്പോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അതൊക്കെ ഒന്ന് പറഞ്ഞേ. 3ാം ക്ലാസ്സിൽ. ഓക്കെ, ഇതാണ് ഇവരുടെ സ്കൂളിൻ്റെ. ഇവിടെ പിള്ളേർക്ക് ഇതാണ് കയറാനുള്ള വഴി എന്ന് പറയുന്നത്. സൈക്കിൾ കയറ്റാനുള്ള സൈക്കിൾ കയറ്റാനുള്ള ഒരു പുഷ് ചെയ്ത് കൊണ്ടുപോകാനുള്ള റെയിൽ അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ കാറ് കയറുന്ന വഴി അപ്പുറത്താണ്. അതുവഴി ഇവരെ നടത്തിയൊന്നും കയറ്റത്തില്ല. പിള്ളേർക്ക് കയറാനുള്ള ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. അല്ലാതെ അവിടെ വണ്ടി ഇറങ്ങുന്ന വഴിയെ പിള്ളേരെ കയറ്റില്ല. ടീച്ചേഴ്സിൻ്റെ ഒക്കെ വഴിയാണ്. ഈ കാണുന്നതാണ് ക്യാവൻ കൗണ്ടിയുടെ മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ഉള്ളിലേക്ക് പോകാം. കുറച്ച് ഇവരുടെ എന്താണ് കടകളും ഒരുപാട് സംഭവങ്ങളൊക്കെ ഉള്ള കുറച്ച് ഉള്ളിലായിട്ട് കയറിയാണ്. സ്കൂളിലെ ബ്രാഞ്ചോ? ഓ, സെൻറ്റ് ഫ്ലെയിംസ് ബ്രാഞ്ച്. അപ്പോൾ നമ്മൾ എൻ്റെ സ്കൂൾ പാസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗാഡ സ്റ്റേഷനും കോട്ടും ഒക്കെ കാണാം. ഇതിവൻ പറയുന്നത് ശരിക്കും പുറത്തൊരു ചർച്ചിൻ്റെ പേരാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇവൻ പറയുന്ന ചേർച്ച് അല്ല, ഒരു എന്താണ് പേപ്പർ ഉണ്ടാക്കുന്ന സ്ഥലമോ എന്തൊരു ഫാക്ടറി ആണെന്നാണ് പറയുന്നത്. ഇവിടെ ഈ സൈഡിലുള്ള ബിൽഡിങ്സ് എല്ലാം അടിപൊളിയാണ് കേട്ടോ. ഇതാണോ പേപ്പർ മേക്ക് ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ ഇതാണ് പേപ്പർ മേക്ക് ചെയ്യുന്നത്. ഇതൊരു ചർച്ചിൻ്റെ ഒരു ഫീലാണ് കാണുന്നത്. പുറമേ കണ്ട ഒരു കറക്റ്റ് ചേർച്ചാണെന്നേ പറയത്തുള്ളൂ. ഓക്കെ, ഈ വീടൊക്കെ കണ്ടോ? ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഇത് സ്ഥിതി ചെയ്യുന്ന മെയിൻ റോഡ് സൈഡിലാണ്. ഭയങ്കര വിലയാണ് ഈ ഒരു വീടിനൊക്കെ ഇവിടെ. ഇത്രയും ശരിക്കും ഈ വീടിന് എനിക്ക് തോന്നുന്നു 100 വർഷത്തോളം അത്രയെങ്കിലും പഴക്കം കാണും. എന്നിട്ട് പോലും ഇവിടെ ഭയങ്കര വിലയാണ് ഈ ഒരു റോഡ് സൈഡിലുള്ള ഈ ബിൽഡിങ്സിനൊക്കെ. ഇത്രയും പഴക്കം ഉണ്ടായിട്ട് കൂടി ഇവിടുത്തെ മെയിൻ ബിൽഡിങ്സൊക്കെ പഴയ ബിൽഡിങ് തന്നെയാണ്. അതുകൊണ്ട് ഇത് എന്താണ് ആക്സ ഇൻഷുറൻസിൻ്റെ ഒരു ഓഫീസാണ്. അത് ഈ ഓഫീസെല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു പഴയ ബിൽഡിങ്ങിൽ തന്നെയാണ്. ആ ബിൽഡിങ് കണ്ടറിയാം നല്ല പഴക്കമുണ്ടെന്ന്. ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇവിടുത്തെ ലൈബ്രറിയിൽ ഇവന് അങ്ങനത്തെ ഉണ്ടല്ലോടാ, മെമ്പർഷിപ്പ് ഉണ്ടല്ലേ? മെമ്പർഷിപ്പ് ഇവൻ്റെ എക്സ്പയർഡ് ആയി, അല്ലേ നമുക്ക് കയറായിരുന്നു അല്ലേ? നീ പുതുക്കിയോ? ഫ്യൂ മന്ത്സ് ഉണ്ടോ? കൈ കാർഡുണ്ടോ കയ്യിൽ? ഓക്കെ, കാർഡില്ല. അപ്പോൾ നമുക്ക് എന്തായാലും കയറാൻ പറ്റില്ല. കയറാൻ പറ്റുമോ? എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ കയറാനായിട്ട്? കാർഡില്ലെങ്കിൽ ഇറക്കി വിടുമല്ലേ? ബ്രാൻഡ് ന്യൂ കാർഡ് എടുക്കണം. ഓക്കെ, ഫ്രീ ആയിട്ടോ? ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ലൈബ്രറി കാണിച്ചു തരാം. ലൈബ്രറിയുടെ നേരെ അപ്പുറത്തായിട്ടാണ് ഗാഡ സ്റ്റേഷൻ. പിന്നെ കോർട്ടിൻ്റെ ഓപ്പോസിറ്റാണ്. ഇതെല്ലാം നമ്മൾ പഴയൊരു ചെറിയൊരു ഷോർട്ട്സ് ഇട്ടതിനകത്ത് നമ്മൾ ഇതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ കോട്ടം പിന്നെ ചാർച്ച് അപ്പുറത്തുള്ള എൻ്റെ നേരെ ഓപ്പോസിറ്റ് കോട്ടുണ്ട്. എന്നാൽ കോട്ടില്ല, ചർച്ചാണെങ്കിൽ ചർച്ച്. എന്തായാലും നമുക്ക് കാണിക്കാം. അവിടെ ചെല്ലുമ്പോൾ കണ്ടാൽ പോരെ? ഇൻസൈഡ് ദ പോലീസ് അവിടെയാണോ കോട്ട്? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ലൈബ്രറി. നല്ല രസമാണ് ഇവിടുത്തെ ലൈബ്രറി കാണാനായിട്ട്. നല്ല ടെന്നീസ് ക്ലബിൻ്റെ ബാക്കിൽ ടെന്നീസ് ക്ലബ് ഉണ്ട്. അവിടെയും മെമ്പർഷിപ്പ് ഉള്ളവർക്ക് കളിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ?
പിള്ളേരൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ഇതൊരു ഗാർഡയുടെ വണ്ടി പോകുന്നത്. ഇതാണ് ഇവിടുത്തെ പോലീസിൻ്റെ വണ്ടി. ശരിക്കും ഇവിടുത്തെ ഡ്രൈവിംഗ് കൾച്ചറൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ഇവരൊക്കെ വണ്ടിയൊക്കെ ഭയങ്കര രസമായിട്ടാണ് ഓടിക്കുന്നത്. നമുക്ക് നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം നാട്ടിൽ അത്രയും പോപ്പുലേഷൻ അതുപോലെ വണ്ടികളാണെങ്കിൽ തന്നെ അതുപോലുണ്ട്. ഇതാണ് ലൈബ്രറി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വണ്ടിയുടെ കാര്യം. ഇവിടുത്തെ വണ്ടി ഇവർ ഓടിക്കുന്നതൊക്കെ ഭയങ്കര രസമാണ്. പെഡസ്ട്രിയൻസിന് ഭയങ്കര മുൻഗണനയാണ് തരുന്നത്. നമുക്കിപ്പോൾ റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ ഇതല്ലടാ കോർട്ട്, ഇതല്ലേ കോർട്ട്, ഇത് മ്യൂസിയമാണ്. കൗണ്ടി കൗൺസിലാണ്. ഇതാണ് പോലീസ് സ്റ്റേഷൻ, ഗാഡ സ്റ്റേഷൻ. ഇതാണ് ഗാഡ സ്റ്റേഷൻ. ഇപ്പം ഗാഡയുടെ ഒരു വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു വേറെ എവിടെയൊക്കെ പോയെന്ന് തോന്നുന്നു. പിന്നെ ഇത് കൗൺസിൽ ഓഫീസറാണ് എഴുതിയേക്കുന്നത്. വേറെ ബോർഡൊന്നും കണ്ടില്ല. ഞാൻ അകത്തോട്ട് കയറി അറിയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇവിടെ ഒരു മെയിൻ ചർച്ചുണ്ട്. ഇത് കാണുന്ന ഒരു ചർച്ചിൻ്റെ ഒരു ഗോപുരമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടുത്തെ വണ്ടി ഓടിക്കുന്ന കൾച്ചർ ഭയങ്കര രസമാണ് കേട്ടോ. ഒരു വണ്ടിയുടെ തൊട്ട് ചേർത്തൊന്നും ഒരു വണ്ടി കൊണ്ടുവരുന്നില്ല. ഒരു വണ്ടിയുടെ അപ്പോൾ നമ്മളൊരു വണ്ടിയുടെ ബാക്കിൽ പോകണമെങ്കിൽ നമ്മൾ ആ വണ്ടി മുമ്പിൽ നിർത്തുന്നെങ്കിൽ അതിൻ്റെ പുറകിൽ നമ്മൾ നിർത്തുമ്പോൾ നമ്മൾ ബാക്കിലെ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ഡ്രൈവർക്ക് ഫ്രണ്ടിൽ കിടക്കുന്ന വണ്ടിയുടെ ബാക്ക് വീൽ കാണാൻ പറ്റുന്ന രീതിയിൽ നിർത്താവുള്ളൂ. അത്രയും ഗ്യാപ്പിട്ടേ വണ്ടി നിർത്താവുള്ളൂ. ഇവിടെയുള്ള ഒരുവിധം ഒരു 98% ആളുകളും ആ രീതിയിൽ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. പിന്നെ പെഡസ്ട്രിയൻസിനൊക്കെ ഭയങ്കര മുൻഗണനയാണ്. നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അവർ വണ്ടി നിർത്തി തന്ന് നമ്മളോട് പൊക്കോളം പറഞ്ഞു. നമ്മൾ ക്രോസ് ചെയ്തിട്ട് അവർ വണ്ടി എടുത്ത് പോകത്തുള്ളൂ. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നു. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു തെരുവിളിയും ഒരു സെറ്റ് തെരുവിളി കാര്യങ്ങളൊക്കെ കഴിയും അവർ റോഡ് ക്രോസിങ്ങിന് വേണ്ടി തന്നെ. എന്തോ ഇതൊരു ചർച്ചാണ് കേട്ടോ. ഇതൊരു ക്ലോസ്ഡ് പെട്രോൾ സ്റ്റേഷനാണ്. എക്സ്പയർഡ് ആണല്ലേ? ഓക്കെ, ഇത് ക്ലോസ്ഡ് ആണ് കേട്ടോ. ഇതിനോട് ചേർന്ന് തന്നെ മിക്കവാറുള്ള എല്ലാ പെട്രോൾ സ്റ്റേഷൻസിലും ഒരു സൂപ്പർ മാർക്കറ്റുകൾ കാണും. ഇതെല്ലാം ക്ലോസ്ഡ് ആണ്. ഇനി ഇവിടെ ഈ ചർച്ച് കണ്ടില്ല, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇപ്പോൾ വേറൊരു ചർച്ചാണ്. നല്ല രസമാണ്. ഭയങ്കര ഹെവി ആയിട്ടൊരു ചർച്ചുണ്ട്. ഇത് വേറൊരു ചർച്ചാണ് കേട്ടോ. ഭയങ്കര രസമാണ്. നല്ല ഏരിയ ഒക്കെ ഉണ്ട്. ഇവിടുത്തെ പള്ളികൾ ഒരു രക്ഷയില്ല, അടിപൊളിയാണ് ഇവിടുത്തെ പള്ളികളെല്ലാം. ഇവിടെ വന്നിട്ടുണ്ടോ? കൊള്ളാം, നല്ല നൈസാണ് ഇവിടുത്തെ ചർച്ചസ് ഒക്കെ കാണാനായിട്ട്. നമ്മളിനി നേരെ ക്യാവൻ കൗണ്ടിയുടെ ഹൃദയഭാഗത്തേക്കാണ് നമ്മളിനി പോകാൻ പോകുന്നത്. റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിർത്തുന്ന വണ്ടികളാണ്. ഞാൻ പറഞ്ഞില്ല, വണ്ടികളെല്ലാം തന്നെ അത്യാവശ്യം നല്ല ഗ്യാപ്പിട്ട് ഇവർ നിർത്തത്തുള്ളൂ. ഓരോ വണ്ടികൾ തമ്മിൽ ഇങ്ങനെ ഗ്യാപ്പിട്ട് നിർത്തത്തുള്ളൂ. പിന്നെ ഒരു വണ്ടിയുടെ തൊട്ട് ചേർന്ന് ഇവർ പോവില്ല. ഒരു വണ്ടിയെ ഇവർ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഒരു കൈയുടെ നീളത്തിൻ്റെ ഗ്യാപ്പിലിട്ട് മാത്രമേ അത്രയും ഗ്യാപ്പിലേ ഇവർ വണ്ടി ഓവർടേക്ക് ചെയ്യത്തുള്ളൂ. അതൊക്കെ ശരിക്കും നല്ലൊരു സിസ്റ്റമായിട്ട് തോന്നി. അപകടങ്ങൾ ഒരുപാട് കുറയ്ക്കാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ. അതൊന്നും നമ്മുടെ നാട്ടിൽ എത്രത്തോളം പ്രാബല്യത്തിലാകുമെന്ന് അറിയില്ല. കാരണം അത്രയും ആളുകളുണ്ട്, അത്രയും വണ്ടികളുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ താരങ്ങളുണ്ടല്ലോ, ഓട്ടോയൊക്കെയാണല്ലോ മെയിൻ. ഈ ഒരു ഓട്ടോക്കാരെ കുറ്റം പറയല്ല, പക്ഷേ ഓട്ടോസാണ് ഒരുവിധം അപകടങ്ങൾക്കൊക്കെ കാരണമായിട്ട് നമ്മുടെ നാട്ടിൽ എല്ലാവരും പറയുന്നത്. ഇവിടെ സമ്മർ ആകുമ്പോഴത്തേക്ക് ഇതേപോലെ ചെടികളൊക്കെ വെച്ച് മനോഹരമാക്കും. ഇവർ റോഡ് സൈഡിലൊക്കെ ഒരുപാട് ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. സമ്മറൊക്കെ ഇപ്പോൾ ശരിക്കും സമ്മറാണ്, പക്ഷേ ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് നല്ല തണുപ്പും മഴയൊക്കെയാണ്. സമ്മർ സ്റ്റാർട്ട് ചെയ്തതാണ് ഇവിടെ, പക്ഷേ ഇപ്പം നല്ല തണുപ്പും മഴയൊക്കെയാണ്. നമ്മളെന്തായാലും റോഡ് ക്രോസ് ചെയ്യാണ്. നമ്മൾ നടന്നു തുടങ്ങിയപ്പോൾ കുറച്ചെങ്കിലും വെയിലുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം മഴ തുടങ്ങിയിട്ടുണ്ട്. മഴ നനഞ്ഞുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജാക്കറ്റ് ഉണ്ട്, പക്ഷേ എങ്കിൽ മഴവെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പായതുകൊണ്ട് ഈ വെള്ളം വീഴുമ്പോഴും നമുക്ക് ജാക്കറ്റ് ഉണ്ടെങ്കിലും കൈയൊക്കെ തണുക്കുന്നുണ്ട്. കയ്യിലൊന്നും നമ്മൾ ഗ്ലൗസ് ഒന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് കൈക്കൊക്കെ അത്യാവശ്യം തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം എവിടെയെങ്കിലും കയറി നിൽക്കാമെന്ന് വിചാരിച്ചാൽ ഇവിടെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ കുറവാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ പിന്നെ ഒന്നുമില്ല, വല്ലവരുടെ വീണ്ടെങ്കിലും കയറിയിരിക്കും. ഇവിടെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പറ്റുമെന്ന്. നമുക്ക് കാണിച്ചു തരാം. നമ്മൾ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ക്യാമ്പിൻ്റെ ഹൃദയത്തിലേക്ക് കയറാൻ പോകണം. അതായത് കടകളും ഒരുവിധം മെയിൻ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഉള്ള സ്ഥലം ഇതാണ്. ഇവിടെ ഒരു മലയാളി കടയൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലുള്ള ഒരുവിധം എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ഫ്രോസൺ ആയിരിക്കുന്നേ ഉള്ളൂ. റേറ്റൊക്കെ പക്ഷേ കുറച്ച് ജാസ്തിയാണ്. എന്ത് ചെയ്യാനാണ്, പക്ഷേ ഇവിടെ ഉള്ളവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. നാട്ടിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കണമെങ്കിൽ ആ പൈസ കൊടുത്ത് വാങ്ങി കഴിച്ചേ പറ്റത്തുള്ളൂ.
അങ്ങനെ നമ്മൾ നടന്ന് ക്യാബിൻ്റെ ഒരു ഹൃദയം എന്ന് പറയാവുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ മെയിൻ സ്റ്റോറാണ് കേട്ടോ. ഡാൻസ് എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം മെയിനായിട്ടുള്ള ഡാൻസ് ടെസ്കോ ഒക്കെ ഇവിടെ അടുത്തൊക്കെ തന്നെയാണ്. ടെസ്കോ ഒക്കെയാണ് ഇവിടെ കൂടുതലും പർച്ചേസ് ചെയ്യുന്ന ആളുകൾ പർച്ചേസ് ചെയ്യാനൊക്കെ ആയിട്ട് വരുന്ന ഇതെന്ന് പറയും. ഇവിടെ ഇത്രയും തിരക്കുള്ള സ്ഥലമാണ്. വണ്ടികളൊക്കെ ഇട്ടേക്കുന്നുണ്ട്, അപ്പുറം ഇപ്പുറം വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഒരു ഹോണടിയോ അല്ലെങ്കിൽ ധൃതി പിടിച്ചു പോകുന്ന ആളുകളെയൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് കാണാൻ സാധിക്കില്ലെന്ന് തന്നെ പറയാം. കാരണം എല്ലാവരും ഭയങ്കര ക്ഷമയോടു കൂടിയാണ് ഇവിടെ വണ്ടി ഓടിക്കുന്നത്. നല്ലൊരു കൾച്ചറാണ് അതൊക്കെ. സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ ഇത് പറന്നു പോകുന്നില്ല, നടന്നു വരുന്നു. ഇത് കണ്ടോ, റോഡ് ക്രോസ് ചെയ്യാൻ ആളുകൾ റോഡ് ക്രോസ് ചെയ്യാൻ പോയ സമയത്ത് ഇവിടെ അവർ വണ്ടിയെല്ലാം സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കും. ആർക്കും പ്രത്യേകിച്ച് അങ്ങനെ ബഹളം ഉണ്ടാക്കലോ അല്ലെങ്കിൽ ഞാൻ പോയിട്ട് നീ പോയാൽ മതി എന്നുള്ളൊരു കാഴ്ചപ്പാടൊന്നും അല്ല ഇവിടെ. അതൊക്കെ ശരിക്കും ഒരു നല്ല കാര്യങ്ങളാണ് ഇവർ ഈ ഒരു സംഭവങ്ങൾ ഫോളോ ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ കൊടിയോട് സാമ്യമുള്ളൊരു ഫ്ലാഗാണ് അയർലൻഡിൻ്റെ ഫ്ലാഗ് എന്ന് പറയുന്നത്. നമ്മുടെ അശോകചക്രം ഇല്ലയെന്ന് പറയാം. കളേഴ്സ് എല്ലാം സെയിമാണ്, പിന്നെ പാറ്റേൺ വ്യത്യാസമുണ്ട്. ഇത് ഡാൻസിൻ്റെ ഏരിയസാണ് കേട്ടോ. ഇവിടുത്തെ ബിൽഡിങ്സ് എല്ലാം ഏകദേശം ഈ ഒരു പൊക്കങ്ങളേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് ഹൈറ്റുള്ള ബിൽഡിങ്സ് ഒന്നുമില്ല. ടെൻഡർ സ്വിച്ചോ? ഐഫോൺ ടെൻഡർ സ്വിച്ച്. ഇവൻ ടെൻഡർ സ്വിച്ച് വേണമെന്ന് പറഞ്ഞിട്ട് ബഹളമായിരുന്നു. €275 ഉള്ളല്ലേ ടെൻഡർ സ്വിച്ച്? PS5. ഓക്കെ, ഇതൊക്കെ വേണമെന്ന് പറഞ്ഞ് ഇവിടെ ബഹളമാണ്. എന്തായാലും ടെൻഡർ സ്വിച്ചോ PS5 വേണമെന്ന് പറഞ്ഞാണ് എൻ്റെ ലക്ഷ്യം, അതിലേക്കാണ്. ഒരു വോഡഫോണിൻ്റെ സ്റ്റോറ്. ഇതാണ് ബാങ്ക് ഓഫ് അയർലൻഡ്. അയർലൻഡിലെ തന്നെ ഒരു മെയിൻ ബാങ്കാണ്. മഴ ശരിക്കും കൂടിയിട്ടുണ്ട് കേട്ടോ, നല്ല മഴയായിട്ടുണ്ട്. ഞങ്ങൾ ശരിക്കും നനഞ്ഞുകൊണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയും നടന്ന് വീട്ടിൽ എത്തണം. ഒരു ചെറിയൊരു വെയിൽ കണ്ടപ്പോൾ ഇറങ്ങിയതാണ്, പക്ഷെ പെട്ടെന്ന് കാലാവസ്ഥ മാറി വെയിലിലേക്ക് വന്ന്. അങ്ങനെ കുറച്ച് നേരം മഴയൊക്കെ കൊണ്ട് നനഞ്ഞ് വെയിൽ വന്നിട്ടുണ്ട്. പക്ഷെ മഴ ചെറുതായിട്ട് ഇപ്പോഴും പൊടിച്ചുകൊണ്ടിരിപ്പുണ്ട്. മയിലിൻ്റെ പടം. ഒരുത്തം ഇവിടെ നടക്കാൻ വയ്യാന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമാണ്. വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ ഉണ്ട്. അവന് കുറച്ച് നടന്നപ്പോഴത്തേക്ക് അവൻ ക്ഷീണിച്ച് സത്യം പറഞ്ഞാൽ. ഞങ്ങൾ കുറച്ചധികം നടന്നു കേട്ടോ. ഞങ്ങളൊരു 3-4 കിലോമീറ്റർ അടുത്ത് നടന്നിട്ടുണ്ട്. അപ്പം അവൻ ഇത്രയും നടക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവനിങ്ങനെ നടന്നിട്ടില്ല. അപ്പം ഞാനൊരു വ്ളോഗ് ചെയ്യാൻ ഇപ്പോൾ എൻ്റെ കൂടെ വാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നതാണ്. ഇപ്പം ആദ്യമുള്ള ആവേശമൊന്നും കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ അവനില്ല. ആവേശങ്ങളെല്ലാം കെട്ടുപോയി അല്ലടാ. ഇപ്പോൾ പിണങ്ങി കിടക്കുക. വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് വഴക്കിട്ടാ വണ്ടി വരും തെള്ളല്ലേ. അപ്പം വീട്ടിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് വേളിട്ടുകൊണ്ട് നടക്കണം. അപ്പോൾ ഞങ്ങൾ ഇനിയും കുറച്ച് കാര്യങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോകാൻ പോവാണ്. നമ്മളിപ്പം മലയാളിക്കട ഉള്ളൊരു സ്ഥലത്തെത്തി. മലയാളിക്കട ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നോക്കണ്ട, ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയി മലയാളിക്കട എത്തും. ഇവിടുത്തെ ബിൽഡിങ്സ് എല്ലാം പഴയതാണ് കേട്ടോ. ഇവിടുത്തെ ബിൽഡിങ്സിൻ്റെ ഹൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ല. ഹൈറ്റൊക്കെ ഒരു പരിധി വരെ ഉള്ളൂ. ഹൈറ്റ് ഒരു 3-4 നില മാക്സിമം. അതിന് മുകളിലോട്ടുള്ള ബിൽഡിങ്സ് ഒന്നും ഞാൻ ഇവിടെ കണ്ടില്ല. കൗണ്ടി ക്യാബിനിൽ കണ്ടില്ല. വേറെ കൗണ്ടീസിലൊക്കെ ഉണ്ടോ എനിക്കറിയില്ല. പക്ഷേ ഞാൻ പോയ ഒരുവിധം കൗണ്ടികളിലൊന്നും വലിയ ബിൽഡിങ്സ് എന്ന് പറയത്തക്ക വിധത്തിലുള്ള ബിൽഡിങ്സ് ഒന്നും കണ്ടിട്ടില്ല. എനിക്ക് ഡബ്ലിനിലുണ്ടെന്ന് തോന്നുന്നു. ഡബ്ലിൻ ഞാൻ അയർലൻഡിൽ വന്ന സമയത്ത് എയർപോർട്ടിൽ ഇറങ്ങി ഇപ്പോൾ ഇങ്ങോട്ട് വന്നുള്ളൊരു ഇത് മാത്രമേ ഡബ്ലിൻ കണ്ടുള്ളൂ. ഡബ്ലിൻ കാണാനായിട്ട് ഇതുവരെ പോയില്ല. ഞാൻ ഡബ്ലിൻ കാണാനായിട്ടൊന്ന് പോകണം. അപ്പോൾ മലയാളിക്കട എത്താറായി. ഞാൻ ജസ്റ്റ് മലയാളിക്കടയിൽ നിന്ന് കാണിച്ചു തരാം. നമ്മൾ ജസ്റ്റ് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് പോവാണ്. ഈ വണ്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാം. ബടാ ഇത് ആ സ്പൈസ് ബസാർന്ന് കാണുന്നതാണ് ഇവിടുത്തെ മലയാളിക്കട. നമ്മുടെ നാട്ടിലുള്ള ഒരുവിധം എല്ലാ സാധനങ്ങളുണ്ട്. പക്ഷേ പച്ചക്കറിയുടെ കാര്യമാണ് കുറച്ച് ശോകം. പച്ചക്കറിയൊക്കെ നമുക്ക് അത്ര ഫ്രഷ് ആയെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കിട്ടും. അരി, പിന്നെ നമ്മുടെ A to Z സാധനങ്ങൾ ഇവിടെ കിട്ടും. റേറ്റ് കുറച്ച് കൂടുതലാണ്. കാരണം ട്രാൻസ്പോർട്ടേഷൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എക്സ്പെൻസീവ് ആണ് ഇവിടെ വരെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചിലവുണ്ട്. പക്ഷേ എല്ലാ സാധനവും നമുക്ക് കിട്ടും. അപ്പോൾ നാട് മിസ് ചെയ്യുന്നൊരു പരിപാടി കുറവായിരിക്കും. നാട്ടിലെ ടേസ്റ്റൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ കുക്ക് ചെയ്തുണ്ടാക്കാം സാധനം മേടിച്ചുകൊണ്ട് പോയിട്ട്. അപ്പോൾ നമ്മൾ ഒരു ഷോർട്ട് കട്ടിൽ കൂടെ കയറി നോക്കുക. അതിന് മുമ്പ് ഇതൊരു
ഒരു ചെറിയൊരു നദി ഒഴുകുവാണ്. ഒരു ബിൽഡിങ്ങിൻ്റെ അടിയിലൂടെയാണ് ഇത് ഒഴുകുന്നത്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ബിൽഡിങ് പണിയാൻ അനുവദിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. അതാ ഇങ്ങനെ പണിഞ്ഞാൽ തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ പൊളിച്ച് മാറ്റുമെന്ന് തോന്നുന്നു. പണിയാനുള്ള അനുമതി കൊടുക്കാറില്ല. പക്ഷേ രസമുണ്ട്. അവർ ആ ബിൽഡിങ് അത്രയും പണിഞ്ഞിട്ടും ആ ഒരു വെള്ളത്തിൻ്റെ ഒഴുക്ക് അവർ ബ്ലോക്ക് ചെയ്യാതെ അതുകൂടെ നിലനിർത്തിക്കൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അത് രസമുണ്ട് കാണാനായിട്ട്. സമ്മറിൻ്റെയാണ് ഈ ഒരു ചെടികൾ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാം നമുക്ക് ആ ഒരു ചെടികൾ കാണാം. അതേപോലെ തന്നെ ആ ഒരു പിങ്ക് പൂ നിൽക്കുന്നത് കണ്ടോ? അത് കുറച്ച് ദൂരെയായിട്ടാണ് നിൽക്കുന്നത്. ഞാനൊന്ന് സൂം ചെയ്യാൻ നോക്കട്ടെ. അതിവിടെ സീസൺ എന്താണ് ആ ചെടിയുടെ പേര്? ചെറി ബ്ലോസമോ? പറയത്തില്ല. പിണക്കോട്ടോ. എൻ്റെ പിണക്കം ഇതിനെ കഴിഞ്ഞില്ല. ഞാൻ ജസ്റ്റ് ആളെ നിന്ന് കാണിച്ചു തരാം. അതിൻ്റെ പേരെന്താ ചെടിയുടെ? പിണക്കം ഇതുവരെ കഴിഞ്ഞില്ല കേട്ടോ. എടാ വീട്ടിലേക്ക് പോകാം നമ്മൾ കേട്ടോ. അവന് നടക്കാൻ വയ്യാത്തതിൻ്റെ ബുദ്ധിമുട്ട്. മഴ പോയി, ഞാനിതിൽ തലയിട്ടുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞ് ബേളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് ശരിക്കും പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളിലൂടെ ഷൂട്ട് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോഴാണ് ഈ ചെറി ബ്ലോസം ആണെന്ന് തോന്നി. ചെടിയുടെ പേര് അങ്ങനെ എന്തോ ആണ്. ഭയങ്കര രസമാട്ടോ ഇതിങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട്. ഇത് ഒരുപാട് നിൽക്കുന്നു. ഡബ്ലിനിൽ ഏതോ ഒരു പാർക്കിൽ ഇത് ഒരുപാട് നിൽപ്പുണ്ട്. ഭയങ്കര രസമാണ് കാണാൻ. നമ്മുടെ കടലാസ് പൂവില്ലേ, ഏകദേശം ആ ഒരു ഇതാണത്. ഇവിടെ എല്ലാം ഉണ്ട്. അത് ആ നേരെ അപ്പുറത്തൊക്കെ ആയി സംഭവം നിൽപ്പുണ്ട്. ഇവിടെയാണ് വേൾഡ് ലാർജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയുള്ളൊരു ഹോട്ടലാണ്. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് വേൾഡ് ലാർജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഹാർഡ് ബോയിൽഡ് എഗ് എന്നാണ് കടയുടെ പേര്. അത്രയേ ഉള്ളൂ സംഭവം. പക്ഷേ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ കടയാണ്. ഈ ശരിക്കും ഗിന്നസ് വേൾഡ് റെക്കോർഡ് അയർലൻഡിലാണ് ഇത് ഈ ഗിന്നസ് എന്നുള്ള പരിപാടി തുടങ്ങിയത്. ഗിന്നസ് വേൾഡ് റെക്കോർഡ്. ഇവരുടെ ഒരു മെയിൻ ബ്രാൻഡ് ഒരു ബിയറുണ്ട് ഗിന്നസ് എന്നുള്ള പേരിൽ. ഇതാണ് കട. ഹാർഡ് ബോയിൽഡ് എഗ് കഫേ അങ്ങനെയാണ് പേര്. എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ദ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ദ ലാർജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഒരു ക്യാമറമാൻ കൊണ്ടുവന്ന് കണ്ടോ. അങ്ങനെ കൗണ്ടി ക്യാവൻ നമ്മൾ കുറേ സാധനങ്ങളിനകത്ത് മിസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ്സ്, കുറേ ഫേമസ് സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്. ലിഡിൽ, ആൽഡി, പിന്നെന്താണ് അങ്ങനെ ടെസ്കോ, പോളോ സ്റ്റോർ പോളിഷുകാരുടെ കടയാണ്. പിന്നെ വേറെ കുറേ കടകൾ നമ്മൾ മിസ് ചെയ്തു. പിന്നെ ഇവിടുത്തെ വേറെ എന്തൊക്കെയോ മിസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ശരിക്കും ഞാൻ വന്ന് കണ്ട് കുറച്ച് കാഴ്ചകളാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയ നല്ലൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ.